ഇന്ത്യയിലെ പ്രധാന പദവികൾ വഹിക്കുന്നവർ ആരൊക്കെയാണ്? അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. എങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? അജിത് ഡോവലാണ്. അജിത് ഡോവലാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ ആരാണ്? തപൻ കുമാർ ദേഖ. തപൻ കുമാർ ദേഖ ആണ് ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ. റിസർച്ച് ആൻഡ് അനലൈസിസ് വിംഗ്, റോയിന്റെ ചീഫ് ആരാണ്? രവി സിൻഹ. റോയുടെ ചീഫ് ആരാണ്? രവി സിൻഹയാണ്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഡയറക്ടർ ജനറൽ ആരാണ്? സദാനന്ദ വാസന്ത് ദത്തെ. സദാനന്ദ് വാസവ് ദത്തെ ആണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഡയറക്ടർ ജനറൽ. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഡയറക്ടർ ജനറൽ ആരാണ്? പ്രവീൺ രഞ്ജൻ. പ്രവീർ രഞ്ജൻ ആണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഡയറക്ടർ ജനറൽ. പ്രവീൺ രഞ്ജൻ. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ ആരാണ്? CBI ആരാണ്? പ്രവീൺ സൂദ്. CBI സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ ആരാണ്? അത് പ്രവീൺ സൂദ് ആണ്. നെക്സ്റ്റ്, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആരാണ്? പ്രവീൺ കുമാർ ശ്രീവാസ്തവ. പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? അനിൽ ചൗഹാനാണ്. അനിൽ ചൗഹാനാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ആർമി ചീഫ് ആരാണ്? കരസേന മേധാവി ഉപേന്ദ്ര ദ്വിവേദി ആണ്. ഉപേന്ദ്ര ദ്വിവേദിയാണ് ആർമി ചീഫ്, കരസേന മേധാവി. എയർഫോഴ്സ് ചീഫ് ആരാണ്? വ്യോമസേന ചീഫ് ആരാണ്? അമർപ്രീത് സിംഗ് ആണ്. അമർപ്രീത് സിംഗ് ആണ് വ്യോമസേന മേധാവി, എയർഫോഴ്സ് ചീഫ്. നേവി ചീഫ് ആരാണ്? നാവികസേന ചീഫ് ആരാണ്? ദിനേശ് കുമാർ ത്രിപാഠി ആണ്. ദിനേശ് കുമാർ ത്രിപാഠിയാണ് നാവികസേന നേവി ചീഫ് നിലകൊള്ളുന്നത്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ പ്രവീൺ കുമാർ ശ്രീവാസ്തവ, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ, ആർമി ചീഫ് ഉപേന്ദ്ര ദ്വിവേദി എന്നിവരാണ്. ISRO ചെയർമാൻ ആരാണ്? 11ാമത് ISRO ചെയർമാൻ ആരാണ്? വി നാരായണൻ ആണ്. വി നാരായണനാണ് ISRO ചെയർമാൻ. ISRO ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ HSFC ഡയറക്ടർ ആരാണ്? ദിനേശ് കുമാർ സിംഗ് ആണ്. ISRO HSFC ഡയറക്ടർ ദിനേശ് കുമാർ സിംഗ് ആണ്. VSSC വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ ആരാണ്? A രാജരാജൻ ആണ്. അറ്റോമിക് എനർജി കമ്മീഷൻ ആരാണ്? അറ്റോമിക് എനർജി കമ്മീഷൻ ആണവോർജ കമ്മീഷൻ ചെയർമാൻ അജിത് കുമാർ മൊഹന്തിയാണ്. അറ്റോമിക് എനർജി കമ്മീഷൻ അജിത് കുമാർ മൊഹന്തി ആണ്. DRDO ചെയർമാൻ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO ചെയർമാൻ ആരാണ്? സവീർ വി കാമത്ത് ആണ്. സവീർ വി കാമത്ത് ആണ് DRDO ചെയർമാൻ. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രായ് ചെയർമാൻ ആരാണ്? അനിൽകുമാർ ലഹോത്തി ആണ്. അനിൽകുമാർ ലഹോത്തി ആണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ. ലോ കമ്മീഷൻ 23ാമത് ചെയർമാൻ ആരാണ്? ദിനേശ് മഹേശ്വരിയാണ്. ദിനേശ് മഹേശ്വരിയാണ് നിയമ കമ്മീഷൻ ചെയർമാൻ. 23ാമത് ലോ കമ്മീഷൻ ചെയർമാൻ ദിനേശ് മഹേശ്വരി. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ്? പർവതനേനി ഹരീഷ്. പർവതനേനി ഹരീഷ് ആണ് UNOയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി. പർവതനേനി ഹരീഷ് ആണ്. അപ്പോൾ DRDO ചെയർമാൻ ആരാണ്? അത് സവീർ വി കാമത്ത് ആണ്. ട്രായ് ചെയർമാൻ അനിൽകുമാർ ലാഹോത്തി ആണ്. നിയമ കമ്മീഷൻ ആരാണ്? ദിനേശ് മഹേശ്വരി. 23ാമത് വ്യക്തിയാണ് ദിനേശ് മഹേശ്വരി എന്നത്. നെക്സ്റ്റ്, UN ജനീവ ഘടകത്തിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ്? അരിന്ദം ബാഗ്ചി. അരിന്ദം ബാഗ്ചി ആണ് UN ജനീവ ഘടകത്തിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി. അരിന്ദം ബാഗ്ചി. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാണ്? IOA പ്രസിഡന്റ് PT ഉഷയാണ്. PT ഉഷ. കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാൻ ആരാണ്? വി നാഗദാസ്. വി നാഗദാസ് ആണ് കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാൻ. വി നാഗദാസ് ആണ്.
കേന്ദ്ര സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ ആരാണ്? സന്ധ്യ പുരേച്ച. സന്ധ്യ പുരേച്ച ആരാണ്? കേന്ദ്ര സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ സന്ധ്യ പുരേച്ച ആണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്? കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്? അത് മാധവ് കൗശിക് ആണ്. മാധവ് കൗശിക് ആണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ്. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ NSD ചെയർമാൻ ആരാണ്? പരേഷ് റാവൽ ആണ്. പരേഷ് റാവൽ ആണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ NSDയുടെ ചെയർമാൻ. കേന്ദ്ര സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ സന്ധ്യ പുരേച്ച. കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് മാധവ് കൗശിക്. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ NSD ചെയർമാൻ പരേഷ് റാവൽ എന്നിവരാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBIയുടെ ഗവർണർ 26ാമത് ഗവർണറാണ്. ആരാണ് അദ്ദേഹം? സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്രയാണ് RBIയുടെ 26ാമത് ഗവർണർ. UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ 37ാമത് ചെയർമാൻ ആരാണ്? അജയ് കുമാർ ആണ്. അജയ് കുമാർ ആണ് UPSC ചെയർമാൻ. 37ാമത് അംഗമാണ് അജയ് കുമാർ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSCയുടെ ചെയർമാൻ ആരാണ്? അത് S ഗോപാലകൃഷ്ണനാണ്. SSCയുടെ ചെയർമാൻ S ഗോപാലകൃഷ്ണൻ ആണ്. എങ്കിൽ RBIയുടെ 26ാമത് ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. UPSC 37ാമത് കമ്മീഷൻ ചെയർമാൻ അജയ് കുമാർ ആണ്. SSC ചെയർമാൻ S ഗോപാലകൃഷ്ണൻ എന്നിവരാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അതിപ്പോൾ നിലവിൽ വേക്കൻ്റ് ആയിട്ടാണുള്ളത്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ നിലവിൽ വേക്കൻ്റ് ആണ്. പിന്നോക്ക വിഭാഗ കമ്മീഷൻ OBC അതർ ബാക്ക്വേർഡ് ക്ലാസ് ചെയർമാൻ ആരാണ്? സ്വാതി നിരഞ്ജൻ ജ്യോതി ആണ്. സ്വാതി നിരഞ്ജൻ ജ്യോതിയാണ് OBC പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനായിട്ട് ഉള്ളത്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? 7ാമത് ചെയർമാനാണ് അദ്ദേഹം. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മഖ്വാന ആണ്. അപ്പോൾ OBC ചെയർമാൻ സ്വാതി നിരഞ്ജൻ ജ്യോതി. OBC ചെയർമാൻ സ്വാതി നിരഞ്ജൻ ജ്യോതി. പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മഖ്വാന. അദ്ദേഹം 7ാമത് വ്യക്തിയാണ്, കിഷോർ മഖ്വാന. നെക്സ്റ്റ്, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ 7ാമത്തെ ചെയർമാനാണ്. ആരാണ് അദ്ദേഹം? അന്തർ സിംഗ് ആര്യ. പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ആരാണ് അദ്ദേഹം? ജ്ഞാനേഷ് കുമാർ ആണ്. ജ്ഞാനേഷ് കുമാർ എന്നും ജ്ഞാനേഷ് കുമാർ എന്നും കാണാറുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ആണ്. 26ാമത് അംഗമാണ് അദ്ദേഹം. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ആരെല്ലാമാണ്? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാറും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ആരെല്ലാമാണ്? സുഖ്ബീർ സിംഗ് സന്ധു, വിവേക് ജോഷി. സുഖ്ബീർ സിംഗ് സന്ധു, വിവേക് ജോഷി എന്നിവരാരാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരാണ്. എങ്കിൽ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ആരെല്ലാമാണ്? സുഖ്ബീർ സിംഗ് സന്ധു, വിവേക് ജോഷി എന്നിവരാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ. നെക്സ്റ്റ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ NHRC ചെയർമാൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ CIC സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അത് രാജ്കുമാർ ഗോയൽ ആണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ രാജ്കുമാർ ഗോയൽ ആണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ മലയാളി അംഗം ആരാണ്? അത് PR രമേശ് ആണ്. PR രമേശ് ആണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ മലയാളി അംഗം. എന്നാൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ രാജ്കുമാർ ഗോയൽ ആണ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ ആണ്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? വിജയ് കിഷോർ രഹിത്കർ ആണ്. വിജയ് കിഷോർ രഹിത്കർ ആണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? NCPCR ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അദ്ദേഹം പുതിയതാണ്, ശ്രീ വലേറ്റി പ്രേംചന്ദ്. ശ്രീ വലേറ്റി പ്രേംചന്ദ് ആണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മളത് മുന്നേ പറഞ്ഞിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBIയുടെ 26ാമത് ചെയർമാനാണ്, ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര.
UPSC ചെയർമാൻ ആരാണ്? 37ാമത് UPSC ചെയർമാൻ അജയ് കുമാർ ആണ്. UPSC ചെയർമാൻ 37ാമത് അംഗം അജയ് കുമാർ ആണ്. അത് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ് കിഷോർ രഹത്കർ ആണ്. ദേശീയ ബാലാവകാശ കമ്മീഷൻ NCPCR ചെയർമാൻ ശ്രീ വല്ലി ടി പ്രേംചന്ദ് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. അതുപോലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും 26ാമത്തെ ആണ്, ജ്ഞാനേഷ് കുമാർ ആണ് അദ്ദേഹം. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ AG. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? R വെങ്കിട്ട രമണി ആണ്. R വെങ്കിട്ട രമണിയാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ ആരാണ്? അത് തുഷാർ മേത്തയാണ്. തുഷാർ മേത്തയാണ് സോളിസിറ്റർ ജനറൽ. കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇന്ത്യയുടെ CAG 15ാമത് ജനറലാണ് അദ്ദേഹം. ആരാണ് അദ്ദേഹം? K സഞ്ജയ് മൂർത്തി. സഞ്ജയ് മൂർത്തിയാണ് CAG. ഇന്ത്യയുടെ CAG 15ാമത്തെ ആളാണ് അദ്ദേഹം. K സഞ്ജയ് മൂർത്തിയാണ്. കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട് ആരാണ്? 29ാമത്തെ അംഗമാണ് അദ്ദേഹം. TSA കല്യാണിയാണ്. കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആരാണ്? TCA കല്യാണി ആണ്. അപ്പോൾ ഇന്ത്യയുടെ AG ആരാണ്? R വെങ്കിട്ട രമണി. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. CAG ആരാണ്? K സഞ്ജയ് മൂർത്തി ആണ്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSC ചെയർമാൻ S ഗോപാലകൃഷ്ണൻ. SSCയുടെ ചെയർമാൻ S ഗോപാലകൃഷ്ണൻ ആണ്. CBSE സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ചെയർമാൻ ആരാണ്? രാഹുൽ സിംഗ് ആണ്. രാഹുൽ സിംഗ് ആണ് CBSE ചെയർമാൻ. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് BISന്റെ ഡയറക്ടർ ജനറൽ സഞ്ജയ് ഗാർഗ് ആണ്. സഞ്ജയ് ഗാർഗ് ആണ് ബ്യൂറോ ഓഫ് സ്റ്റാൻഡേർഡ് BISന്റെ ഡയറക്ടർ ജനറൽ. UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? വിനീത് ജോഷിയാണ്. വിനീത് ജോഷിയാണ് UGC ചെയർമാൻ. SSC ചെയർമാൻ S ഗോപാലകൃഷ്ണൻ. CBSE ചെയർമാൻ രാഹുൽ സിംഗ്. BIS ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഡയറക്ടർ ജനറൽ സഞ്ജയ് ഗാർഗ്. UGC ചെയർമാൻ ആരാണ്? അത് വിനീത് ജോഷി എന്നിവരാണ്. സെബി സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബിയുടെ ചെയർമാൻ ആരാണ്? മാധബി പുരി ബുച്ച് ആണ് സെബി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് നബാർഡിന്റെ ചെയർമാൻ ആരാണ്? ഷാജി KV ആണ്. ഷാജി KV ആണ് നബാർഡിന്റെ ചെയർമാൻ. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് നബാർഡിന്റെ ചെയർമാൻ ആരാണ്? അത് ഷാജി KV ആണ്. റെയിൽവേ ബോർഡ് ചെയർമാൻ ആൻഡ് CEO ആരാണ്? സതീഷ് കുമാറാണ്. സതീഷ് കുമാറാണ് റെയിൽവേ ബോർഡ് ചെയർമാൻ ആൻഡ് CEO. അങ്ങനെയാണെങ്കിൽ സെബിയുടെ ചെയർമാൻ ആരാണ്? മാധബി പുരി ബുച്ച് ആണ്. നബാർഡിന്റെ ചെയർമാൻ ഷാജി KV ആണ്. റെയിൽവേ ബോർഡ് ചെയർമാൻ ആൻഡ് CEO ആരാണ്? അത് സതീഷ് കുമാർ ആണ്. ലോക്പാൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ലോക്പാൽ ആരാണ്? AM ഖാൻ വിൽക്കർ ആണ്. AM ഖാൻ വിൽക്കർ ആണ് ലോക്പാൽ ഓഫ് ഇന്ത്യ. നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ്? നീതി ആയോഗിന്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. നരേന്ദ്രമോദിയാണ് നീതി ആയോഗിന്റെ ചെയർമാൻ. നീതി ആയോഗിന്റെ VC വൈസ് ചെയർമാൻ ആരാണ്? അശോക് കുമാർ ലാഹിരി. അശോക് കുമാർ ലാഹിരിയാണ് നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ. നീതി ആയോഗിന്റെ CEO ആരാണ്? നീതി ആയോഗിന്റെ CEO നിധി ചിബ്ബർ ആണ്. നിധി ചിബ്ബർ ആണ് നീതി ആയോഗിന്റെ CEO. AM ഖാൻ വിൽക്കർ ആരാണ്? അദ്ദേഹം ലോക്പാൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ലോക്പാൽ ആണ് AM ഖാൻ വിൽക്കർ. നീതി ആയോഗിന്റെ ചെയർമാൻ നരേന്ദ്ര മോദി ആണ്. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി ആണ്. നീതി ആയോഗിന്റെ CEO ആരാണ്? അത് നിധി ചിബ്ബർ ആണ്. നെക്സ്റ്റ്, ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ്? 15ാമത്തെ രാഷ്ട്രപതിയാണ്. അത് ദ്രൗപദി മുർമു ആണ്. ഇന്ത്യയുടെ 15ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. പ്രസിഡന്റ് ആവുന്ന രണ്ടാമത്തെ വനിതയാണ്. രണ്ടാമത്തെ രാഷ്ട്രപതിയാണ്. ആദ്യത്തേത് ആരാണ്? അത് പ്രതിഭ പാട്ടീൽ ആണ്. ആദ്യമായി ഗോത്രവർഗത്തിൽ നിന്നുള്ള ട്രൈബൽ രാഷ്ട്രപതിയാണ് ആര്? ദ്രൗപദി മുർമു. ഒഡീഷയിലെ മയൂർഗഞ്ച് ജില്ലയിലെ സ്വദേശിയാണ് അദ്ദേഹം.
ജാർഖണ്ഡില് മുന്നേ ഗവർണർ ആയിരുന്നു. ഒഡീഷയിൽ മന്ത്രിയും MLA-യും ആയിട്ടുണ്ട്. ജാർഖണ്ഡിൽ ഗവർണർ ആയിരുന്നത് 2015-2021 എന്ന കാലഘട്ടത്തിലാണ്. വളരെ ലളിതമായ പശ്ചാത്തലത്തിൽ നിന്ന് ഉയർന്നു വന്ന നേതാവാണ് ദ്രൗപദി മുർമു. ഇന്ത്യയുടെ ആദ്യ ഗോത്രവർഗ രാഷ്ട്രപതി ആരാണ്? അത് ദ്രൗപദി മുർമു ആണ്. ഈ ചോദ്യങ്ങളെല്ലാം മുൻ PSC-യിൽ ആവർത്തിച്ചതാണ്. 15ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആരാണ്? 15ാമത്തെ ഉപരാഷ്ട്രപതിയാണ്. അത് CP രാധാകൃഷ്ണനാണ്. 15ാമത്തെ ഉപരാഷ്ട്രപതിയും 15ാമത്തെ തന്നെ രാഷ്ട്രപതിയുമാണ് നിലവിൽ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ രാജ്യസഭ ചെയർമാൻ ആരായിരിക്കും? നിലവിലുള്ള ഉപരാഷ്ട്രപതി ആയിട്ടുള്ള ആരാണ്? CP രാധാകൃഷ്ണൻ ആയിരിക്കും. അദ്ദേഹം ഒരു തമിഴ്നാട് സ്വദേശിയാണ്. കോയമ്പത്തൂർ മണ്ഡലത്തിൽ നിന്നാണ് 2 തവണ ലോക്സഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ CP രാധാകൃഷ്ണൻ ഇന്ത്യയുടെ 15ാമത്തെ ഉപരാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്. അദ്ദേഹമായിരിക്കും നീതി ആയോഗിന്റെ ചെയർമാൻ. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് സൂര്യകാന്ത് ആണ്. സൂര്യകാന്ത് ആണ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്. 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് സൂര്യകാന്ത്. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി, യുണൈറ്റഡ് നാഷണൽ ജനറൽ അസംബ്ലി പൊതുസഭയുടെ പ്രസിഡന്റ് ആരാണ്? ഫിലിമോൺ യാങ് ആണ്. ഫിലിമോൺ യാങ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി പ്രസിഡന്റ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആരാണ്? അത് മുന്നേ പറഞ്ഞിരുന്നു, PT ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ്. ഇന്ത്യയിലെ ആദ്യ വനിതാ നിയമ സെക്രട്ടറി ആരാണ്? അഞ്ജു രതി റാണ. അഞ്ജു രതി റാണയാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ നിയമ സെക്രട്ടറി. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ പ്രസിഡന്റ് ആരാണ്? ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റ് ഫിലിമോൺ യാങ് ആണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ. ഇന്ത്യയിലെ ആദ്യ വനിതാ നിയമ സെക്രട്ടറി അഞ്ജു രതി റാണ എന്നിവരാണ്. ലോക്സഭയിലെ സ്പീക്കർ ആരാണ്? ലോക്സഭ സ്പീക്കർ ആരാണ്? 18ാമത് ലോക്സഭയിലെ സ്പീക്കറാണ്. ആരാണ് അദ്ദേഹം? ഓം ബിർള ആണ്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? അത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയാണ് ലോക്സഭ പ്രതിപക്ഷ നേതാവ്. ലോക്സഭയിലെ സെക്രട്ടറി ജനറൽ ആരാണ്? ഉത്പൽ കുമാർ സിംഗ് ആണ്. ലോക്സഭ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് ആണ്. ലോക്സഭ സ്പീക്കർ ഓം ബിർള. ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് എന്നിവരാണ്. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്? TV സോമനാഥൻ. TV സോമനാഥനാണ് കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആരാണ്? അത് ഗോവിന്ദ് മോഹൻ ആണ്. ഗോവിന്ദ് മോഹൻ ആണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി. കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ആരാണ്? രാജേഷ് കുമാർ സിംഗ്. രാജേഷ് കുമാർ സിംഗ് ആണ് കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി. കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിശ്രി ആണ്. വിക്രം മിശ്രി ആണ് കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. വിക്രം മിശ്രി കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറിയാണ്. TV സോമനാഥൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി. ഗോവിന്ദ് മോഹൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി. രാജേഷ് കുമാർ സിംഗ് കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി. വിക്രം മിശ്രി കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? കമന്റ് ചെയ്യൂ. എക്സാം ടൈമിൽ പദവികൾ ആരൊക്കെയാണെന്ന് നന്നായി അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. പദവികൾ മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമാവുകയാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.